മന്ത്രിയുടെ പേര് പറഞ്ഞും അവയവ തട്ടിപ്പ്. അവയവദാതാവും സ്വീകരിക്കുന്നയാളും മന്ത്രി സജി ചെറിയാന്റെ PA-യുടെ പരിചയക്കാരെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയെന്നാണ് ആക്ഷേപം. കൊച്ചിയിലെ അവയവ തട്ടിപ്പിനിരയായ യുവതിയും ഏജന്റ് ഷൈനും തമ്മിലുള്ള സംഭാഷണം ന്യൂസ് 18 കിട്ടി. യുവതിക്കെതിരെ ആശുപത്രി അധികൃതർക്ക് പരാതി നൽകിയത് മന്ത്രിയുടെ PA-ക്കൊപ്പം എത്തിയവരെന്ന് പറഞ്ഞ് ഏജന്റ് ഭീഷണിപ്പെടുത്തിയെന്നും യുവതി പറയുന്നു. ഇത്തരത്തിൽ ഉന്നതരുടെ പേരുപയോഗിച്ച് വ്യാപകമായി അവയവ തട്ടിപ്പ് നടക്കുന്നതായാണ് ആക്ഷേപം. മന്ത്രി ചെറിയാന്റെ കെയർ ഓഫിൽ വന്നതാണ് അവള്. മന്ത്രി ചെറിയാന്റെ കെയർ ഓഫിലുള്ള പേഷ്യന്റിന്റെ ആണോ? ഷാച്ചന്റെ പേഷ്യന്റ് മന്ത്രി ചെറിയാനാണോ അതോ മന്ത്രി ചെറിയാൻ സജി ചെറിയാൻ അല്ലേ? സജി ചെറിയാന്റെ റിലേറ്റീവ്സ് ആണോ? അവൾ ആ അഹങ്കാരത്തോടുകൂടി എന്നോട് സംസാരിക്കണത്. എന്റെ പൊന്നി വെച്ച് ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഷാജിയുടെ അടുത്ത് ഇറങ്ങിന്ന് ഇറങ്ങിയെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ്. അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. കാരണം ഇറങ്ങിന്ന് പറഞ്ഞാൽ ഇറങ്ങി. ഇല്ലടാ, അപ്പൊ ഞാൻ അല്ലടാ അവൾ അല്ല അതെടുത്ത് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ വരുന്നത്. എടാ, ആ പെണ്ണുമ്പുള്ളയല്ലേ നിന്റെ ഇടയ്ക്ക് വന്ന് കംപ്ലൈന്റ് കംപ്ലൈന്റും പറഞ്ഞേച്ചും എനിക്കെതിരെ കംപ്ലൈന്റ് പരാതിയൊക്കെ കൊടുപ്പിക്കാനായിട്ടുള്ള ഫസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പൊ അവർക്കെതിരെയല്ലേ ഞാനൊരു കേസ് കൊടുക്കേണ്ടത് ആദ്യമേ. അപ്പൊ അവൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നത് എന്താന്നത്, ഞാൻ മന്ത്രി സജി ചെറിയാന്റെ ഇതിൽ വന്നാണ് ഏതറ്റം വരെയും ഞാൻ പോകൂടിയെന്ന്. അതാണ് ഞാൻ ചോദിച്ചത്. അവള് മന്ത്രി ശരിക്കും ശരിയാണോ? മന്ത്രി സജി ചെറിയാന്റെ കെയർ ഓഫിലുള്ള ആണോ? ഉറപ്പാണോ? നമ്മള് കേസിന് പോയാ വിജയിക്കൂലപ്പ. ശരിക്കും റിലേഷൻ ആണോ അതോ ഇങ്ങനെ പേരിൽ എന്തെങ്കിലും ഒരു? അവരുടെ ഡോണറായിട്ടാണ് മന്ത്രി സജി ചെറിയാന്റെ ഡോണറായിട്ടാണ് ഇവര് വന്നത്. ആണോ? പേഷ്യന്റ് അല്ല, ഈ ഡോണറാണ് അവരുടെ ഇതിൽ വന്നത്. ഓ, അവരുടെ പേഷ്യന്റും ആണ് അവര് കൊണ്ടുവന്ന ഡോണറും ആണ്. രണ്ടും അവര് കൊണ്ടുവന്നത് തന്നെയാണ് സജി ചെറിയാൻ. ഇതാണ് ഈ പറയുന്നത്. കാരണം മന്ത്രിയുടെ ഓഫീസിന് നിഷേധിച്ചിട്ടുണ്ട്. കാരണം ഈ അവയവ ഏജന്റ് പറയുന്ന പേരുള്ള ആൾ മന്ത്രിയുടെ സ്റ്റാഫിലില്ല. കാരണം ഈ പല മാഫിയകളും ഉപയോഗിക്കുന്നത്, ഏജന്റുമാരൊക്കെ ഉപയോഗിക്കുന്ന ഇത്തരം ഉന്നതരുടെ പേരുകളും അവർക്കൊപ്പമുള്ള ആളുകളുടെ പേരുകളും മറ്റുമാണ്. നമുക്കതൊന്നും വിശ്വാസയോഗ്യമല്ല. അതൊരിക്കലും ആരോപണമായി പറയാനും സാധിക്കില്ല. കാരണം ഇത്തരത്തിൽ ഒരുപാട് തട്ടിപ്പുകൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഈ തട്ടിപ്പുകൾക്ക് ഇരയാക്കപ്പെടുന്നവരാണ്, അല്ലെങ്കിൽ ഈ തട്ടിപ്പുകാരുമായി ബന്ധപ്പെടുന്നവരാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം നമുക്ക് വളരെ പെട്ടെന്ന് ഈ മന്ത്രിയുടെയൊക്കെ ഓഫീസിൽ ഇത്തരം ആളുകൾ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ ഏത് പൊതുജനത്തിനും സാധിക്കും. വെറുതെ ഗൂഗിളിലൊക്കെ കാണുന്ന നമ്പറിൽ സെർച്ച് ചെയ്ത് ആ ഓഫീസിൽ ഒന്ന് വിളിച്ചു ചോദിച്ചാൽ കൃത്യമായി മനസ്സിലാകും ഇങ്ങനെയുള്ള ആളുകൾ ഈ ഓഫീസുകൾ ജോലി ചെയ്യുന്നുണ്ടോ. മന്ത്രിയുടെ PA എന്നൊക്കെ പറയുന്നത് ഒളിച്ചു വെക്കപ്പെടുന്നവരോ മറച്ചു വെക്കപ്പെടുന്നവരോ ഒന്നുമല്ല. അവർ സമൂഹത്തിൽ ഇടപെടുന്നവരും എല്ലാവരും അറിയാവുന്ന ആളുകളുമൊക്കെയാണ്. ഇവിടെ സംഭവിച്ചിട്ടുള്ള ഈ സ്ത്രീയോട് ഇവരെ പറഞ്ഞ് പഠിപ്പിച്ചത് ഈ സജി ചെറിയാന്റെ സ്റ്റാഫിലുള്ള PA ആയിട്ടുള്ള ഒരാൾക്ക് അയാൾ ഇടപെട്ടാണ് ഇത്തരത്തിൽ അവയവം കൈമാറ്റം ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ സ്വാഭാവികമായും കുറച്ചുകൂടി വിശ്വാസ്യത വരും. പക്ഷെ തട്ടിപ്പിന് ഇത്തരം സംഘാംഗങ്ങൾ നിരവധിയായ ഉന്നതരുടെ പേരുകൾ, അവരുമായി ബന്ധമുള്ളവരുടെ പേരുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അത് ശ്രദ്ധിക്കേണ്ടത്. ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നവരും ഇത്തരം കാര്യം ചെയ്യുന്നവരുമായി ബന്ധപ്പെടുന്നവരുമാണ്. അവർക്ക് പറ്റുന്ന അബദ്ധങ്ങളാണ് ഇത്തരം സംഭവങ്ങളിലേക്ക് എത്തിക്കുന്നത്. അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ഇത്തരക്കാർക്ക് പ്രത്യേക തരത്തിലുള്ള കഴിവുണ്ട് താനും. നമുക്ക് ആ ഫോൺ സംഭാഷണത്തിലേക്ക് ഒന്നുകൂടി പോവാം. മന്ത്രി ചെറിയാന്റെ കെയർ ഓഫിൽ വന്നതാണ് അവള്. മന്ത്രി ചെറിയാന്റെ കെയർ ഓഫിലുള്ള പേഷ്യന്റിന്റെ ആണോ? ഷാച്ചന്റെ പേഷ്യന്റ് മന്ത്രി ചെറിയാനാണോ അതോ മന്ത്രി ചെറിയാൻ സജി ചെറിയാൻ അല്ലേ? സജി ചെറിയാന്റെ റിലേറ്റീവ്സ് ആണോ? അവൾ ആ അഹങ്കാരത്തോടുകൂടി എന്നോട് സംസാരിക്കണത്. എന്റെ പൊന്നി വെച്ച് ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഷാജിയുടെ അടുത്ത് ഇറങ്ങിന്ന് ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ്. അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. കാരണം ഇറങ്ങിന്ന് പറഞ്ഞാൽ ഇറങ്ങി. ഇല്ലടാ, അപ്പൊ ഞാൻ അല്ലടാ അല്ല അതെടുത്ത് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ വരുന്നത്. എടാ, ആ പെണ്ണുമ്പുള്ളയല്ലേ നിന്റെ ഇടയ്ക്ക് വന്ന് കംപ്ലൈന്റും പറഞ്ഞേച്ചും എനിക്കെതിരെ കംപ്ലൈന്റ് പരാതിയൊക്കെ കൊടുപ്പിക്കാനായിട്ടുള്ള ഫസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പൊ അവർക്കെതിരെയല്ലേ ഞാനൊരു കേസ് കൊടുക്കേണ്ടത് ആദ്യമേ.
അപ്പൊ അവൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നത് എന്താന്നത്, ഞാൻ മന്ത്രി സജി ചെറിയാന്റെ ഇതിൽ വന്നാണ് ഏതറ്റം വരെയും ഞാൻ പോകൂടിയെന്ന്. അതാണ് ഞാൻ ചോദിച്ചത്. അവള് മന്ത്രി ശരിക്കും ശരിയാണോ, മന്ത്രി സജി ചെറിയാന്റെ കെയർ ഓഫിലുള്ള ആണോ, ഉറപ്പാണോ? നമ്മൾ കേസിന് പോയാ വിജയിക്കൂലപ്പ. ശരിക്കും റിലേഷൻ ആണോ അതോ ഇങ്ങനെ പേരിൽ എന്തെങ്കിലും ഒരു? അവരുടെ ഡോണറായിട്ടാണ് മന്ത്രി സജി ചെറിയാന്റെ ഡോണറായിട്ടാണ് ഇവര് വന്നത്? ആണോ? പേഷ്യന്റ് അല്ല, ഈ ഡോണറാണ് അവരുടെ ഇതിൽ വന്നത്. ഓ, അവരുടെ പേഷ്യന്റും ആണ്, അവര് കൊണ്ടുവന്ന ഡോണറും ആണ്. രണ്ടും അവര് കൊണ്ടുവന്നത് തന്നെയാണ് സജി ചെറിയാൻ. ഇതാണ് സാഹചര്യം. അതായത് ഇത്തരത്തിൽ ഉന്നതരുടെ ബന്ധം കൂടി ഇതിനോട് ചേർത്ത് വെച്ചാണ് ഈ അവയവ മാഫിയ, അവയവ തട്ടിപ്പിന് ഇടപെടുന്ന ആളുകൾ ഈ ഇരകളെ ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം. ആജ്ഞ ഇതിന്റെ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? മന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യം നിഷേധിച്ചു കഴിഞ്ഞു. ഇത്തരം ഇടനിലക്കാർ ഉപയോഗിക്കുന്ന പേരുകൾ ഉന്നതരുടേതാണ്, അവർ അതിൽ പ്രയോജനം കണ്ടെത്തുകയും ചെയ്യുന്നു, അല്ലേ? ശരിക്കും രഞ്ജിത്ത്, കാരണം ഇങ്ങനെ പാവപ്പെട്ട ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുന്ന തരത്തിലേക്ക് ഉന്നതരുടെ ബന്ധം അല്ലെങ്കിൽ ഉന്നതർ ഞങ്ങൾക്ക് പിന്നിലുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ഇങ്ങനെ അങ്ങ് പറഞ്ഞു ഫലിപ്പിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഇതേ ലേഡി തന്നെ നമ്മുടെ ഓണറിൽ തന്നെ അവരുടെ ടെലിയിൽ നമ്മൾ അവരുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഇങ്ങനെയാണ് മന്ത്രി സജി ചെറിയാന്റെ PAയുടെ പേര് പറഞ്ഞിട്ടാണ് എന്നെ ഭീഷണിപ്പെടുത്തുന്നത്. ഇവരുടെ ജോലി പോകാൻ കാരണമായത് ഇവരുടെ ഈ പേഷ്യന്റിന്റെയും ഡോണറുടെയും പരാതിയിലാണ് എന്നൊരു സാഹചര്യം കൂടി അവിടെ ഉള്ളത് കൊണ്ടാണ് അവർ അതിനെ പറ്റി കൂടുതലായി പറയാനും അന്വേഷിക്കാനും ഉണ്ടായ സാഹചര്യം ഉണ്ടായത്. അത് വ്യക്തമായിട്ട് നമുക്ക് കിട്ടിയ ആ ഓഡിയോയിൽ, ടെലിഫോൺ സംഭാഷണത്തിൽ അത് വ്യക്തമായിട്ട് നമ്മുടെ മുന്നിൽ തന്നെ അതുണ്ട്. കാരണം ഇത്തരത്തിലാണ് ഏജന്റുമാർ ഇങ്ങനെയുള്ള ഇരകളെ അല്ലെങ്കിൽ ഈ വൃക്കദാനം ചെയ്തവരെ തങ്ങളുടെ വരുതിയിൽ നിർത്തുന്നത് എന്നുള്ളൊരു സാഹചര്യം കൂടിയാണ് നമ്മുടെ മുന്നിലേക്ക് ഇപ്പോൾ തുറന്നു കാട്ടുന്നത് എന്ന് വേണം പറയാൻ. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഈ സ്ത്രീ തന്നെ പരിചയപ്പെടുത്തിയ 10-12 പേര് ഡോണർമാരായുണ്ട്. ഇവരെയും ഒരുപക്ഷെ ഇത്തരത്തിൽ നിലയ്ക്ക് നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇവർക്കൊക്കെ ഈ പറഞ്ഞ അല്ലെങ്കിൽ ഈ ഏജന്റ് കൊടുക്കാമെന്ന് പറഞ്ഞുള്ള തുക നൽകിയിട്ടുണ്ടോ, ഇവരും പറ്റിക്കപ്പെട്ട അവസ്ഥയിലാണോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും കഴിഞ്ഞ ദിവസം സജി ചെറിയാന്റെ പേഴ്സണൽ സ്റ്റാഫുകളെ ഒക്കെ 3-4 പേരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരൊക്കെ അത് കൺഫേം ചെയ്യുന്നുണ്ട്. ഈ ഫിലിപ്പ് എന്ന പേരിലാണ് ഉള്ള ഒരു PA ആണ് എന്നാണ് ഈ സംഭാഷണത്തിലുള്ളത്. ഫിലിപ്പ് എന്ന് പറയുന്ന പേരിലുള്ള ഒരു പേഴ്സണൽ സ്റ്റാഫ് അല്ലെങ്കിൽ PAയോ അവർക്കില്ല എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ആരും ഇടപെട്ടിട്ടില്ല. ഒരു പക്ഷേ ഇത് ഗവൺമെന്റ് അതോറിറ്റി ഇത് ചെയ്യുന്നത് കൊണ്ട്, അതായത് അവർ ആണ് ഇത്തരം കാര്യങ്ങളെ അവയവ മാറ്റത്തിനുള്ള അംഗീകാരം നൽകുന്നത് ഗവൺമെന്റ് അതോറിറ്റികളായതുകൊണ്ട് ഒരു പക്ഷേ ആ സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ ഇപ്പം നമുക്ക് പരിചയമുള്ള ഒരാളെ ഇത്തരത്തിൽ അതൊന്ന് വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കണമെന്ന് പറഞ്ഞൊരു പക്ഷേ ഒരാളെ ഒരു മന്ത്രിയുടെ PAയോ മന്ത്രിയെയോ ഒക്കെ വിളിച്ചു പറഞ്ഞാൽ ചിലപ്പോൾ അവർ വിളിച്ചു പറഞ്ഞാൽ കുറച്ചുകൂടെ സ്പീഡപ്പ് ആക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കാം. പക്ഷെ ഇത്തരം അവയവ മാറ്റ ശസ്ത്രക്രിയയിൽ അല്ലെങ്കിൽ അവയവദാന ശസ്ത്രക്രിയയുടെ ഭാഗമായി അവർ ഇൻവോൾവ് ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കാനും അല്ലെങ്കിൽ ഈ ഏജന്റുമാർക്കൊക്കെ ഉന്നതരുടെ പിടിപാടുണ്ട് എന്ന് വരുത്തി തീർക്കാനുമുള്ള ഒരു ശ്രമമാണ് അവർ ഇതിലൂടെ നടത്തുന്നത് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇത്തരം ഈ ഉയർന്ന ബന്ധങ്ങളുടെ കഥ പറഞ്ഞിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ മനുഷ്യരെയൊക്കെ ഇവർ പറ്റിക്കുന്ന ഒരു വഴിയിലേക്ക് എത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. രഞ്ജിത്ത്, മാഫിയ നമ്മുടെ സംസ്ഥാനത്ത് പിടിമുറുക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവതരമായ ഒരു അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. മറ്റു രാജ്യങ്ങൾ പോലും കേന്ദ്രീകരിച്ച്, ഇറാനൊക്കെ കേന്ദ്രീകരിച്ചാണ് അവയവ മാഫിയ ഉള്ളത്. ഓരോ ദിവസവും ഇവർ ഇരയാക്കപ്പെട്ട നിരവധി ആളുകൾ പുതിയ വെളിപ്പെടുത്തലുകളുമായി വരുന്നു. അതിനിടയിലാണ് ഈ ഫോൺ സംഭാഷണം ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഇവർ ഉപയോഗിക്കുന്നത് മന്ത്രിയുടെ PAയുടെ അടക്കമുള്ള പേരുകളാണ്. മന്ത്രിയുടെ പേരടക്കം ഇത്തരം കാര്യങ്ങളിൽ വലിച്ചിഴയ്ക്കുന്നു. സ്റ്റാഫിൽ പോലും ഇല്ലാത്ത ആളുടെ പേര് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് പലപ്പോഴും ഇരകളെ ഇവർ വരുതിയിലാക്കുന്നത് എന്നുള്ളത് ഏറെ ഗൗരവതരമായ കാര്യമാണ്.